ഇന്ന് സിംഗപ്പൂർ ചൈനീസ് ന്യൂ ഇയർ ആണ്. ചൈനീസ് ന്യൂ ഇയർ എന്ന് വെച്ചാൽ ചൈനീസിൻ്റെ കലണ്ടർ അനുസരിച്ചിട്ട് ലൂണാർ ഇയർ എന്ന് പറയില്ലേ, ഓക്കെ, അത് നമ്മുടെ ന്യൂ ഇയർ പോലെ തന്നെ അവർ സെലിബ്രേറ്റ് ചെയ്യണതാണ് ചൈനീസ് ന്യൂ ഇയർ. അപ്പോൾ സിംഗപ്പൂർ അത് 2 days ആണ് എല്ലാവർക്കും ഓഫ് ഉള്ളത്. ഇപ്പോൾ ചൈനയിലൊക്കെ ആണെങ്കിൽ അത് 10 days ഒക്കെ അവർക്ക് ഹോളിഡേ ആണ്. അപ്പോൾ ഇപ്പോൾ ഇന്നും നാളെയും നമുക്ക് ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഓഫ് ഡേയ്സ് ആണ്. അപ്പോൾ സാധാരണ ഇതിപ്പോൾ ചൊവ്വയും ബുധനും ആയതുകൊണ്ട് ആൾക്കാർ മൺഡേയും കൂടി ഓഫ് എടുത്ത് അതൊരു ലോങ് വീക്ക് ഓഫ് പോലെ എവിടെയെങ്കിലും ട്രിപ്പ് പോകാറുണ്ട്. അപ്പം നമ്മൾ ഈ 2 ദിവസം കിട്ടിയതുകൊണ്ട് നമ്മളും ഒരു ചെറിയ ട്രിപ്പാണ് പോണത്. എവിടെ പോണതെന്ന് പറഞ്ഞേ? ഇന്തോനേഷ്യയിൽ നമ്മളൊരു ഐലൻഡ്, ബത്താം എന്നാണ് പറയാ. നമ്മൾ ബത്താമിലേക്ക് പോണേണ്. ഞാനുണ്ട്, ആഷനുണ്ട്, അഞ്ഞിയുണ്ട്. നിന്നട ഇന്ന് കാണത്ത ഓക്കെ. ഞാനുണ്ട്, ആഷനുണ്ട്, അഞ്ഞി, മാത്തൻ, ചേച്ചി, ചേട്ട, എല്ലാവരും ഉണ്ട്. നമ്മൾ എല്ലാവരും കൂടി ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് പോണത്. നമ്മൾ സിംഗപ്പൂരൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ പുറത്തോട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. അപ്പം നമ്മൾ ബത്താമിൽ പോണതും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണിക്കാൻ പോണെയാണ് ഒരു വീഡിയോ. സോ നമ്മളിപ്പോൾ നമ്മൾ ഫെറി വഴിയാണ് പോണത്. ഇവിടുന്ന് ഭയങ്കര അടുത്താണ് ബത്താം, ഓൾമോസ്റ്റ് ഒരു 1 hour ഉള്ളൂ. അപ്പം ഇവിടുന്ന് ഫെറി എടുത്താണ് പോണത്. അപ്പം നമ്മൾ ഫെറിയിലേക്ക് എത്താൻ നമ്മൾ വീട്ടിൽ നിന്ന് ടാക്സി എടുത്തേക്കണേ. അപ്പം അങ്ങോട്ടേക്ക് ഒരു 1/2 hour ഉണ്ട്. നമ്മൾ വണ്ടിയിലാണ്. ഇപ്പം സിംഗപ്പൂരിന് എല്ലാവരും പോവാൻ പ്ലാൻ ചെയ്യണ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്തോനേഷ്യ, മലേഷ്യ നമുക്ക് ഭയങ്കര അടുത്താണ്. ബൈ റോഡ് നമുക്ക് പോകാം. സിംഗപ്പൂരിന് ചുറ്റിനും ഇതാണ് ഇപ്പൊ നമുക്ക് ഇന്ത്യയില് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞ പോലെ അത് ഇന്ത്യയിൽ തന്നെയല്ല, പക്ഷെ ഇന്ത്യയിലല്ലല്ലോ. അതേപോലെ ഇത് ഇന്തോനേഷ്യയിലാണ്, പക്ഷെ ഇന്തോനേഷ്യയിലല്ല. അങ്ങനെ വിട്ട് കിടക്കണേ. ഇവിടുന്ന് 1 മണിക്കൂർ ഉണ്ടെങ്കിൽ അവിടെ പോകാം, തിരിച്ച് 1 മണിക്കൂർ ഉണ്ടെങ്കിൽ വരാം. എന്തോ $70 ഉള്ളൂ അപ്പ് ആൻഡ് ഡൗൺ ഫെറിക്ക്. അതാണ്. അപ്പൊ ഇതുപോലെ കുറെ ഐലൻഡ്സ് ഉണ്ട് ഇന്തോനേഷ്യയില്. ബാലി ഇന്തോനേഷ്യയിലാണല്ലോ. ബാലി, അതുപോലെ ബത്താം, ബിന്താൻ, അതുപോലെ കുഞ്ഞു ഐലൻഡ്സ് കുറേ ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് പറഞ്ഞ പോലെ 2 days 3 days ഒരു 4 days അടുപ്പിച്ചൊക്കെ ഓഫ് കിട്ടുമ്പോൾ ആൾക്കാർ സിംഗപ്പൂരൊന്നും കാണാനില്ലെന്ന് വെച്ചാൽ കുഞ്ഞി രാജ്യമാണല്ലോ, ഇത് നമുക്ക് സാധാരണ പോയിട്ട് വരാന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓഫ് ഡേയ്സ് അടുപ്പിച്ച് കിട്ടുമ്പം എല്ലാവരും പോണത് ഈ പറഞ്ഞ പോലെ ഇന്തോനേഷ്യയിലോട്ടോ മലേഷ്യ ഭയങ്കര അടുത്താണ്. ട്രിപ്പായിട്ട് പോകണമെങ്കിൽ നമ്മൾ ഇന്തോനേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം ഇതൊക്കെ ഭയങ്കര അടുത്താണ്. ഇവിടെ നിന്ന് പോയിട്ട് ഭയങ്കര ചീപ്പുമാണ് നമുക്കിവിടെ വെച്ച് നോക്കുമ്പോൾ. പോയിട്ട് വരാൻ സുഖമായിരിക്കും. അപ്പം അങ്ങനെ എല്ലാവരും പോണ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പം നമ്മളിപ്പം ആദ്യമായിട്ടാണ് ഇന്തോനേഷ്യക്ക് പോണത്. നമുക്ക് 2 ദിവസമേ ഉള്ളൂ. ആശൻ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു മൗണ്ടൻ വോൾക്കാനോ ഉള്ള സ്ഥലം, ബ്രോമോ, സൂരബായു. ഓക്കെ, അത് ആശി പോയിട്ടുണ്ട്. പിന്നെ ഈ ഫെറി എത്തിയിട്ട് കാണാം. നമ്മളപ്പോൾ ഫെറിയിലെത്തി. പുറകിൽ കാണുന്നതാണ് എൻട്രൻസ്. നമ്മൾ അവിടെ കൂടിയാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടി ടൈം ഉണ്ട്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, രാവിലെ തന്നെ ഇറങ്ങിയതാണ്. നമ്മൾ 2 ചിക്കൻ ബ്രസ്റ്റ് വാങ്ങി ഫ്രം 7-Eleven. ഇവര് മൈലോം, പിന്നെന്താ വാങ്ങിയ ഒരു ചോക്ലേറ്റ് ബ്രെഡ്. അപ്പം നമ്മളിത് കഴിച്ചിട്ട് കയറാന്നാണ് വിചാരിക്കണത്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 10 minutes കഴിഞ്ഞിട്ടാണ് ബോർഡ് ചെയ്യണം. അപ്പം ബോർഡ് ചെയ്യുമ്പോൾ കാണാം. നമ്മുടെ ഫെറി ആ അറ്റത്ത് കിടക്കണ ആ ബോട്ടാണ് കേട്ടോ, മെജസ്റ്റിക് എന്നും പറഞ്ഞായിരുന്നു അതിൻ്റെ പേര്. നമ്മൾ അതിൽ കയറാൻ വേണ്ടി അങ്ങോട്ടേക്ക് നടക്കണേണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം ചൈനീസ് ന്യൂ ഇയർ ആയിരുന്നല്ലോ. നമ്മൾ കയറാൻ വേണ്ടി ക്യൂയിലാണ്. നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ എയർപോർട്ടിലൊക്കെ പോയിട്ട് ബോർഡ് ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട് കേട്ടോ.
നമ്മൾ ടിക്കറ്റ്സ് എപ്പോഴും കയ്യിൽ തന്നെ വെച്ചേക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. നമ്മളൊരു 1 hour കഴിഞ്ഞപ്പോൾ തന്നെ ബത്താമിൽ എത്തിയിട്ടാ. ഇത് നമ്മൾ ബത്താമിൽ ആ ഫെറി ജസ്റ്റ് ഇറങ്ങി വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഇത് ബത്താം പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ മലേഷ്യ പോയിട്ട് മലേഷ്യ കാണുന്ന പോലത്തെ സെയിം ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നും ഇതിൽ കാണാൻ പറ്റില്ല. അതുപോലത്തെ റോഡും കാര്യങ്ങളും മോളും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എൻ്റെ ഓപ്പോസിറ്റ് ഒരു മോളുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകണേണ്. ഇവിടെ ഇന്തോനേഷ്യയിൽ ഇങ്ങനെ ഉണ്ടാ സർവേവ അല്ല ഇങ്ങനെ സർവേവ എല്ലായിടത്തും ആയിരിക്കില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ ഉണ്ടാ എന്തൊക്കെയുണ്ട് അത് കൈക്കുള്ള സ്ഥലമല്ലേ പയറ്. ചൈനീസ് വെജിറ്റബിൾ ആണ്. ചെമ്പരുണ്ട്, ചിക്കൻ ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, ബീറ്റൊന്നുമില്ലോ. കൈപ്പുള്ള ഒരു സാധനമാണ്. ചിക്കൻ കറിയാണ്. കഴിക്കാൻ വേണ്ടി വന്നേക്കണാണ്. ഇവിടെ ലഞ്ച് ആക്ച്വലി ഇവിടെ ഒരു 1 hour മുമ്പിലാണ്. നമുക്കിപ്പോ സിംഗപ്പൂര് 12:40 ആയിട്ടുണ്ടാവും. ഇവിടെ ഇപ്പൊ എത്ര മണി ഫോൺ നോക്കി? ഇതിപ്പോ 11:40. 1 hour പുറകിലാണ്. ഞാൻ നോക്കിയപ്പോഴേ ചോറ് മറ്റേ സ്പ്രിങ് പോലെ കളിക്കും. പാത്രമൊക്കെ പൊളിച്ചിടണോ നിങ്ങൾ? അല്ല പാത്രമൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നത് ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ മറ്റേ ഇല്യൂഷൻ പോലത്തെ കാര്യങ്ങൾ, ഈ അപ്സൈഡ് ഡൗൺ കാര്യങ്ങൾ, പിന്നെ കുറേ ഡ്രോയിങ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ്. ഇവിടെ എല്ലാം പിന്നെ കണക്കാണ്. 40K, 150K, 160K എല്ലാം വലിയ വലിയ എമൗണ്ടാണ്. ടിക്കറ്റ്സിനാണെങ്കിലും ഫുഡിനാണെങ്കിലും. നമ്മൾ കുറേ പിക്ചേഴ്സൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്ത്, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. എത്തി നമ്മൾ ആദ്യം ഫുഡൊക്കെ കഴിച്ച് തന്നിട്ട് ഇപ്പം ഞങ്ങൾ ബീച്ച് ക്ലബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നേക്കണേണ്. ഇതൊരു ബീച്ചിൻ്റെ സൈഡിലായിട്ടൊരു ക്ലബ്ബ്. ഭയങ്കര കുറേ സീറ്റിംഗ് ഒക്കെ ഉള്ള നല്ലൊരു ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. കുറേ സ്ഥലങ്ങളുണ്ട്, ചെറിയ ചെറിയ കടകൾ, അകത്ത് വലിയൊരു ബാറുണ്ട്. അപ്പം നമ്മൾ വന്നിട്ടുള്ളൂ. പക്ഷേ ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ മഴയായിപ്പോയി. രാവിലെ വന്നപ്പോൾ തൊട്ട് മഴയാണ്, പക്ഷെ ഇപ്പം മഴ ഒന്ന് കുറഞ്ഞ്. സൺസെറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട്. അതെ, പൂളില് വന്നിട്ട് ഡ്രിങ്ക്സ് അടിക്കാം. പിന്നെന്താ ഇവിടെ കേറാൻ വേണ്ടി $5 ഉള്ളൂ എൻട്രി ഫീ. അപ്പൊ നമുക്ക് ഡ്രിങ്ക്സും കിട്ടും. പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമ്മള് കടകളിൽ നിന്ന് വാങ്ങണം. ഇവിടെ തന്നെ അടുത്തടുത്ത് ഷോപ്പുകളുണ്ട് ചെറുതായിട്ട്. മഴ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു തിരക്ക് കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്കായിരിക്കും. നമ്മളിതേ ഇപ്പൊ ഇവിടെ പിങ്ക് സാൻഡ്, പിങ്ക് കളർ അല്ലേ, നല്ല ഭംഗിയുണ്ട്. പിങ്ക് കളർ സാൻഡ്, നൈസ്. ചെറിയ ചെറിയ സീറ്റിംഗ് ഒക്കെ ആയിട്ട്. ഇവിടെ ജെറ്റ് സ്കീ ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ കാണുന്നത് ഇവിടുത്തെ ലയൺ ഡാൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ചൈനീസ് ന്യൂ ഇയറിന് പൊതുവെ ട്രഡീഷണൽ ആയിട്ട് കളിക്കണ ഒരു പരിപാടിയാണ് ഈ ലയൺ ഡാൻസ് എന്ന് പറഞ്ഞാൽ.
ഐശ്വര്യം വരാനും അങ്ങനെ ഇങ്ങനെയൊക്കെ അവരുടെ ട്രഡീഷണൽ സാധനം. അപ്പോൾ ഇവിടെയും ലൈൻ ഡാൻസ് കൊള്ളാലോ. നമ്മൾ ലൈൻ വരുമ്പോൾ നമ്മൾ ശരിക്കും ഓറഞ്ചും അമ്പാവും ഒക്കെ കൊടുക്കണം, അങ്ങനെയാ പറയാ. ചൈനീസിന് മാത്രമേ കൊടുക്കുള്ളായിരിക്കും. ബീച്ച് ക്ലബിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നേക്കണേണ്ട ഫുഡ് കഴിക്കാൻ. ഇപ്പൊ വന്നപ്പോ ഭയങ്കര ക്രൗഡ്. ചൈനീസ് ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, അപ്പൊ എല്ലാരും തന്നെ വന്നിട്ടുണ്ടാവും, അതായിരിക്കും. ഇത് വലിയൊരു ഫുഡ് കോർട്ടാണ് ട്ടാ. 4 സൈഡ് ചുറ്റും കടകളാണ്. എന്നിട്ട് നടുക്ക് ഇങ്ങനെ കുറെ ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ പോലത്തെ സ്ഥലമാണ്. എല്ലാത്തരം ഫുഡ് കിട്ടും തോന്നുന്നു. നിറയെ ബിയറും ഡ്രിങ്ക്സും സാധനങ്ങളൊക്കെ ഉള്ള അടിപൊളി സാധനം. ചേച്ചിമാര് നിൽക്കണേ കേട്ടോ. ഇവിടെ നിറയെ സീ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് നോക്കാൻ എന്തൊക്കെ ഉണ്ട്. ഇത് കുറെ മീനുകളൊക്കെ വെച്ചിട്ടുണ്ട്. സോറി മീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡാണ് കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. 5 ഫ്രൈഡ് റൈസും പിന്നെ ഫിഷ്, ക്രാബ്, ചിക്കൻ, പിന്നെ സ്നെയിൽസ്, ഓയിസ്റ്റർ, പിന്നെ ഒരു ടോമിയം സൂപ്പ്. ഓയിസ്റ്റർ അല്ല, ബേക്ക്ഡ് ആയിട്ടുള്ള ഓയിസ്റ്റർ ആണ്. കൊള്ളാം, ടേസ്റ്റാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ സൂയിലൊക്കെ പോയി. സൂ പ്ലസ് വാട്ടർ പാർക്കായിരുന്നു, അവിടെയും കയറി. കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ മെയിനായിട്ട് പോയത്. അപ്പം അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ അന്ന് വൈകിട്ടുള്ള ഫെറിക്ക് തന്നെ തിരിച്ചു സിംഗപ്പൂർ എത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.